Hi my dear friends, എല്ലാവർക്കും MP Talksലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ എങ്ങനെ ഓർമ്മശക്തി നന്നായിട്ട് വർദ്ധിക്കുക എന്നുള്ള 10 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത്, ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 10 ഇരട്ടി അല്ല എത്ര ഇരട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം ഇതിനൊരു ഫെമിലിയർ ആവുന്നുള്ള അനുസരിച്ചായിരിക്കും നിങ്ങൾ എത്ര ഡബിൾ ആയിട്ട് എത്ര ഇരട്ടിയായിട്ട് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്നതാണ്, പല കാര്യങ്ങളും അവിടെ പഠിക്കാറുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് വായിക്കുന്നുണ്ട്. ആ വായിക്കുന്ന സമയത്ത് പലതും ഓർമ്മ കിട്ടുന്നുണ്ട്. പിന്നീട് ഒരു ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച 2 വീക്സ് 3 വീക്സോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇത് വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എണ്ണം 1 2 3 4 നമ്പർ അങ്ങനെ കറക്റ്റ് എണ്ണം വരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഉദാഹരണമായിട്ട് നമ്മൾ ഷെഡ്യൂൾ പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഷെഡ്യൂൾ പഠിക്കുമ്പോൾ 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ 1 മുതൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ചിലപ്പോൾ 100 വരെ പഠിക്കുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ചിലത് നമ്പർ സഹിതം കിട്ടുന്നില്ല എന്നുള്ളതാണ്. 45ാമത്തെ ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയുന്നില്ല, 42 എന്താണ്, 23 എന്താണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചോദിക്കുമ്പോൾ 8ാമത്തെ ഷെഡ്യൂൾ എന്താണ്, 10ാമത്തെ ഷെഡ്യൂൾ എന്താണ്, അല്ലെങ്കിൽ പാർട്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്സ് ചോദിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ STJ ഗോൾസ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ UPSCക്കാരും PSCക്കാരും പലതും നമുക്ക് ഫാക്റ്റുകൾ പഠിച്ചു വെക്കാനുണ്ട്. ആ ഫാക്റ്റുകൾ വെച്ച് പഠിക്കാൻ നമ്പർ സഹിതം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു അടിപൊളി മെത്തേഡാണ്. ഞാനൊക്കെ അത് പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഞാൻ എൻ്റെ പഠനത്തിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക, നന്നായിട്ട് സക്സസ് ആയതാണ്. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യം കണ്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി ഉപയോഗിക്കണം എന്നുള്ളതാണ്. എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ ഇതിവിടെ കിട്ടുള്ളൂ. പല ടെക്നിക്കുകളും ഉണ്ട് ഓർമ്മശക്തി കൂട്ടാൻ. പല ആളുകളും പല കോഡിങ് മെത്തേഡുകളും കഥകൾ സ്റ്റോറികളാക്കി പഠിക്കുന്ന കാര്യങ്ങളും പാട്ടുകളാക്കി പഠിക്കുന്ന കാര്യങ്ങളും അതൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളും അവിടെ അതൊക്കെ നമുക്ക് നമ്പർ സഹിതം കിട്ടാത്തതാണ്. ഇത് നമ്പറിങ് സഹിതം കിട്ടുന്ന ഒരു മെത്തേഡാണ്. അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അതിനുവേണ്ടി നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കുക കമൻറ്റ് ബോക്സിലൂടെ. അതുപോലത്തെ അതിന് മുമ്പായിട്ട് വിഷയത്തിലേക്ക് കടക്കുന്ന മുന്നായിട്ട് നമ്മളൊരു UPSC പഠിക്കുന്ന ആളുകൾക്ക് ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും, എല്ലാ മെൻറ്ററിങ്ങും, എല്ലാ ഗൈഡൻസും തന്നുകൊണ്ട് വ്യക്തമായ UPSCയുടെ ട്രാക്കിലൂടെയാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ള ഉറപ്പുവരുത്തുന്ന രീതിയിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട, എങ്ങനെ ആൻസർ റൈറ്റിംഗ് എഴുതണം, അതുപോലെ തന്നെ എല്ലാം വിശദമായിക്കൊണ്ട് എങ്ങനെയാണ് MCQ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെ മാപ്പ് പഠിക്കേണ്ടത്, എങ്ങനെ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും ഗൈഡൻസ് കിട്ടുന്ന ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ചേരണം താല്പര്യമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇത് നമ്മളൊരു കോഡിംഗ് മെത്തേഡാണ്. 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു കോഡ് ഉണ്ടാവും, ഒരു നമ്പർ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പേരുണ്ടാവും. ആ പേരിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഒരു കണക്റ്റിംഗ് മെത്തേഡാണ് കോഡ് ഉപയോഗിച്ചുകൊണ്ട്. ഉദാഹരണമായിട്ട് 1 മുതൽ 10 വരെയുള്ള സംഖ്യയ്ക്ക് എന്ത് ചെയ്യണം, ഓരോ നമ്പറിനും ഒരു പ്രത്യേക ഒരു വാക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രത്യേക വാക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് എഴുതി വെക്കുക. സ്ഥിരമായിട്ട് എല്ലാ സ്ഥലത്തും പിന്നെ നമുക്ക് അതേ ഉപയോഗിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു 10 വേർഡ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഞാനതൊന്ന് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള 12 ഷെഡ്യൂളിൽ ആ ഷെഡ്യൂളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒന്ന് പെട്ടെന്ന് എങ്ങനെ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ പഠിക്കുക എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങളതൊന്ന് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു 10 വേർഡ്സ് ഇതേപോലെ ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ഏത് പഠിക്കുമ്പോൾ ഈ 10 വേർഡിലേക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു മെത്തേഡാണ്, എൻ്റെ രീതിയാണ് ഈ 10 വേർഡ്. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു 10 വേർഡ് നിങ്ങൾ ഉണ്ടാക്കണം. ഉദാഹരണമായിട്ട് 1, ആ നമ്പർ 1 എന്ന് പറയുമ്പോൾ 1ലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം. എന്നിട്ട് അതിലേക്കാണ് നമ്മളെല്ലാം കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറയുന്നതോടുകൂടി ഒന്നും കൂടെ വ്യക്തമാവും. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമതായിട്ട് 1 എന്നുള്ളതിന് ഞാൻ എപ്പോഴും കണക്ട് ചെയ്യാറ് 1ാം ക്ലാസ്സിൽ പോകുന്നതാണ്. 1ാം ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിലേക്ക് കണക്ട് ചെയ്യില്ല. 1ാം ക്ലാസ് നമ്മൾ പുതിയ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പോകുന്നതിലേക്കാണ് ഞാൻ എല്ലാം 1 പറയുന്നത് കണക്ട് ചെയ്യാന്ന് അറിഞ്ഞിരിക്കുക. 2 എന്ന് പറയുമ്പോൾ ഞാൻ ടൂർ പോകുന്ന കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കാം, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റാത്തുണ്ടെങ്കിൽ മാറ്റം വരുത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ്. 2 എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ടൂർ പോകുന്നതാണ്. ടൂർ പോകുമ്പോൾ ഞാൻ എപ്പോഴും 2ലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ടൂറുമായി ബന്ധപ്പെട്ടായിരിക്കും ഞാൻ ആ കോഡ് എപ്പോഴും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൂർ എന്ന് പറഞ്ഞാൽ ഞാൻ 2 ആണ് എടുക്കുക. 3 എന്ന് പറയുമ്പോൾ ഞാൻ ട്രീ ആണ് ആലോചിക്കുന്നത്. ട്രീ നമ്മളൊരു നല്ലൊരു മരം, ഓക്കെ, ട്രീ ആണ് ഞാൻ ആലോചിക്കുന്നത് അറിഞ്ഞിരിക്കുക. 4 എന്ന് പറയുമ്പോൾ ഫോറിനിലേക്ക് പോകുന്നതാണ്. ഫ്ലൈറ്റിലായിരിക്കും ഫോറിനിലേക്ക് പൊതുവെ പോകുക അല്ലേ, ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ ഫ്ലൈറ്റിൽ ഫോറിനിലേക്ക് പോകുന്നതാണ് ആലോചിക്കുന്നത്. 4 5 ആണെങ്കിൽ ഞാൻ പൊതുവെ UP സ്കൂളിൽ ഞാൻ വേറെ സ്കൂളിലാണ് പോയത്. അതുകൊണ്ട് ഞാൻ 5 എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പുതിയ UP സ്കൂളിൽ പോയിരിക്കുന്ന ഫസ്റ്റ് സ്കൂളിലേക്ക് പോകുന്നതാണ് ആലോചിക്കല് 5.
ഓക്കെ, അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 6 ആണെങ്കിൽ ഞാൻ 6 അടിക്കുന്നതാണ് കണക്ട് ചെയ്യുക. 6 അടിക്കുന്നത് ക്രിക്കറ്റ് കളിക്കാറുണ്ടല്ലോ, അതിൽ 6 അടിക്കുന്നതാണ് 6ലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ 7 ആണെങ്കിൽ ഞാൻ അത്ര കണക്ഷൻ ഇല്ലാത്താണെങ്കിലും ഹെവൻ ആണ് കണക്ട് ചെയ്യുക. ഹെവൻ, ഓക്കെ, നമ്മൾ 7 ഹെവനിലേക്കാണ് കണക്ട് ചെയ്യുക. 8 ആണെങ്കിൽ നൈറ്റാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ചിലതൊക്കെ അത്ര കറക്റ്റ് അതേ സൗണ്ട് ആയിരിക്കണം എന്നില്ല, എങ്കിലും എനിക്ക് ഫെമിലർ ആയിട്ട് എനിക്ക് എളുപ്പമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണക്ട് ചെയ്യാറ്. നൈറ്റ് ആണെങ്കിൽ ഞാൻ 8 ആണെങ്കിൽ നൈറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. 9 ആണെങ്കിൽ വൈൻ ഓക്കെ, വൈൻ കുടിക്കാറുണ്ടല്ലോ, അപ്പോൾ വൈനിലേക്കാണ് എന്ത് ചെയ്യുന്നത് 9 കണക്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. 10 ആണെങ്കിൽ ഞാൻ വീണ്ടും SLC ആണ് കണക്ട് ചെയ്യുന്നത്. 10th ക്ലാസ് SLCയിലേക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കണക്റ്റിംഗ്. 1 ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നതാണ്, 2 ടൂറ് പോകുന്നതാണ്, 3 ട്രീ ആണ്, 4 ഫോറിനിലോട്ട് പോകുന്നതാണ്, 5 5ാം ക്ലാസ്സിലോട്ട് പോകുന്നതാണ്, 6 അടിക്കുന്നതാണ്, 7 ഹെവൻ ആണ്, 8 നൈറ്റ് ആണ്, 9 വൈൻ ആണ്, 10 SLC ആണ്. അപ്പോൾ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് കണക്ട് ചെയ്ത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കും 10 ഷെഡ്യൂൾ എവിടുന്ന് ഇടയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. ഇത് ഷെഡ്യൂളല്ല, ഏതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിജയിച്ചതാണ്, ഞാൻ പൂർണ്ണമായിട്ടും അതിൽ വിജയിച്ചതാണ്. പല ആളുകളും എനിക്കറിയുന്ന സുഹൃത്തുക്കളൊക്കെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് എന്നോട് എല്ലാത്തിനും ഇതിനെക്കുറിച്ച് കോഡ് ചോദിക്കാറുണ്ട്. ഓരോന്നും എങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചെന്നുള്ളതും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും പ്രയോഗിച്ച് നോക്കാം. ഞാൻ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഷെഡ്യൂൾസ് പറയുകയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ പോയി നമ്മൾ ഓരോ ഷെഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. 1ാം ക്ലാസ്സിലോട്ട് പോയി നമ്മൾ അവിടുന്ന് ഫസ്റ്റ് പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സുകളുടെ പേരും ബൗണ്ടറിയൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് സ്റ്റേറ്റ്സുകളുടെ പേരും ബൗണ്ടറീസൊക്കെയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ വരുന്ന സ്റ്റേറ്റ്സുകളുടെ നെയിമും അതിൻ്റെ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. ടൂർ പോകുമ്പോൾ എനിക്ക് സാലറിയുടെ അലവൻസ് കിട്ടിയ അത് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ടൂർ പോകുന്നത്. അപ്പോൾ 2ാമത്തെ ഷെഡ്യൂളിൽ വരുന്ന അലവൻസും സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ട്രീയിലാണ്. ട്രീയിൽ നോക്കിയിരിക്കുമ്പോൾ ഉണ്ട് ഒരു ദിവസം ഉണ്ട് ട്രീയിൽ ഞാൻ കണക്ട് ചെയ്യൽ. ട്രീയിൽ എല്ലാ ഓത്തുകളും ഓരോ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റൊക്കെ ഓതേണ്ട ഓത്ത് ഉണ്ട്. അവർ ചെയ്യുമ്പോൾ സത്യപ്രതിജ്ഞ അതുമായി ബന്ധപ്പെട്ട ആ ഓത്ത്സ് എന്ത് ചെയ്യുന്നുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. അതാണ് അപ്പം 3യിൽ വരുന്ന ഓത്തുകളാണെന്ന് അറിഞ്ഞിരിക്കുക. 4ൽ വരുന്നത് ഫോറിനിലോട്ട് പോകുമ്പോൾ സീറ്റ് അലോക്കേറ്റ് ചെയ്താണ്. ഞാൻ സീറ്റ് അലോക്കേറ്റ് ചെയ്ത് ഫോറിനിലേക്ക് പോകുമ്പോൾ സീറ്റ് അലോക്കേറ്റ് ചെയ്ത് ഫോറിൻ എന്ന് പറഞ്ഞാൽ രാജ്യസഭ 4 വരുന്നത് ഷെഡ്യൂളിൽ രാജ്യസഭ സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫോറിനിലേക്ക് പോകുമ്പോൾ സീറ്റ് അലോക്കേറ്റ് ചെയ്താണ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒറ്റ കാര്യത്തിന് മുന്നേ ആയിട്ട് ഈ 10 കാര്യങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പം ആദ്യമായിട്ടാണ് ഈ ഷെഡ്യൂൾ കേൾക്കുന്ന ആൾ എങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഷെഡ്യൂൾ 12 ഷെഡ്യൂളും ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് വായിച്ച് ഫെമിലറൈസ് ആണ്, നോക്കി വായിക്കുക ഒരു 5-6 പ്രാവശ്യം. അപ്പോഴേ ഞാൻ സാലറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാലറി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ പ്രസിഡന്റ് ബന്ധപ്പെട്ട എല്ലാ ആളുകളും സാലറിയാണ് പറയുന്നത്, അലവൻസാണ് പറയുന്നത്, നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് രാജ്യസഭ സീറ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രാജ്യസഭ സീറ്റ് അലോക്കേഷനിലേക്ക് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ ഫോറിനിലോട്ട് പോകുമ്പോൾ സീറ്റ് അലോക്കേറ്റ് ചെയ്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൽ 4th ഷെഡ്യൂൾ വരുന്നത് രാജ്യസഭ സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. 5 ഞാൻ ഓൾറെഡി പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പോയി. 5ാം ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ കൂടുതലും എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു, ഷെഡ്യൂൾസ് ഏരിയ എന്ന് എല്ലാ സ്റ്റേറ്റ്സിലുള്ള ഷെഡ്യൂൾ ഏരിയ എന്ന് വരുന്ന കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 5th ഷെഡ്യൂളും വരുന്നത് അത് തന്നെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഷെഡ്യൂൾ ആൻഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾ ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ 6th ഞാൻ 6 അടിച്ചെന്താണ് 4 സ്റ്റേറ്റ്സിൽ ഷെഡ്യൂൾ ട്രൈബ്സിലേക്ക് ഞാൻ 6 അടിച്ചപ്പോൾ എൻ്റെ പന്ത് പോവാണ്. അപ്പോൾ ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 4 സ്റ്റേറ്റ്സിൽ മാത്രം വരുന്നത്. ഓക്കെ, ആ 4 സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾ ഇതിൽ നോക്കണം. അത് 4 സ്റ്റേറ്റിനെ കൂടെ പഠിക്കണം എന്നുള്ളതാണ്. അതാണ് 6th വരുന്നത്. 7th ആണ് ഹെവനിലാണ് വരുന്നത്. ഹെവനിൽ പോയപ്പോൾ അവിടെ സെപ്പറേഷൻ ഡിവിഷൻ ഓഫ് പവേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഹെവനിൽ പോയാലും ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്, എല്ലാം ഒരാളുടെ കയ്യിലല്ല, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7ൽ വരുന്ന ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ. ഓക്കെ, അത് നമുക്ക് 3 ലിസ്റ്റുകൾ കാണാൻ പറ്റും, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ്സ് ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റ് കാണാൻ പറ്റുന്ന 7th ഷെഡ്യൂളാണ്. 8th ആണെങ്കിൽ നൈറ്റിലാണെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണിൽ ഇരുട്ടായി കഴിഞ്ഞാൽ പറയാൻ പറ്റൂലേ. അപ്പോൾ നൈറ്റിൽ വരുന്നത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടാണ്. 22 ലാംഗ്വേജ് ആണ് 8th ഷെഡ്യൂൾ വരുന്നത് എന്നുള്ളതാണ്. 9ലാണെങ്കിൽ വൈനാണല്ലോ നമുക്ക് കണക്ട് ചെയ്തത്. വൈന് കുടിച്ച് പിന്നെ ലാൻഡിൽ കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടാണ് വൈൻ. ഓക്കെ, അല്ലെങ്കിൽ 9 എന്ന് അറിഞ്ഞിരിക്കേണ്ടത് 9th ഷെഡ്യൂൾ. അപ്പോൾ 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വൈന് കേൾക്കുമ്പോൾ വൈന് കുടിച്ച് ലാൻഡിൽ കിടക്കുന്ന ഓർക്കണം, അപ്പോഴേ ലാൻഡ് റിഫോംസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു ആ ഷെഡ്യൂൾ നിങ്ങൾ വായിച്ച് പരിചയമായിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ ലാൻഡ് റിഫോംസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാൻഡ് എന്ന് പറയുമ്പോൾ ലാൻഡ് റിഫോംസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൈന് കേട്ടാൽ വൈന് കുടിച്ച് ലാൻഡിൽ കിടക്കുന്നതും അപ്പോൾ ലാൻഡ് റിഫോംസിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 10th ആണെങ്കിൽ 10th ഡിസ്ക്വാളിഫൈ ആയി എന്നുള്ളത് എക്സാം ക്ലാസ്സിൽ ഡിസ്ക്വാളിഫൈ ആയി. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അത് ആൻറ്റി ഡിഫെക്ഷൻ ലോയും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 10th ഷെഡ്യൂൾ വരുന്നത് എന്നുള്ള അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ 11th പഞ്ചായത്തും 12th മുനിസിപ്പാലിറ്റിയും 10 വരെ അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. 10 വരെ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. 1ാം ക്ലാസ്സിലേക്ക് പോയിട്ട് സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ്റെ ഒക്കെ പേര് പഠിച്ച് നെയിംസ് പഠിച്ചത്. ടൂറ് പോകുമ്പോൾ അലവൻസും സാലറി വാങ്ങി ടൂറ് പോയത് പഠിച്ചു. 3 ആണെങ്കിൽ ട്രീയിൽ എന്ത് ചെയ്യാണ് ഓട്സ് തൂക്കിയിട്ടുള്ളതാണ് പഠിച്ചത്.
4 ആണ് ഫോറിനിലോട്ട് സീറ്റ് അലോക്കേറ്റ് ചെയ്താണ്, രാജ്യസഭ സീറ്റ് അലോക്കേറ്റ് ചെയ്താണ് പഠിച്ചത്. 5 ആണ് 5ാം ക്ലാസ് പോയപ്പോൾ ഷെഡ്യൂൾ ഏരിയ എന്നും ഷെഡ്യൂൾ ട്രൈബ്സ് എന്നൊക്കെ വരുന്ന എല്ലാവരും ആളുകളുടെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ 6th ആണെങ്കിൽ 6 അടിച്ച് ഷെഡ്യൂൾ ട്രൈബ്സിലുള്ള 4 സ്റ്റേറ്റ്സിലേക്ക് പോയതാണ് ഞാൻ ആലോചിച്ച എൻ്റെ പോള്. അപ്പോൾ 6th തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ ദീസ് 4 സ്റ്റേറ്റ്സ് ആണ്. പിന്നെ അതാണ് 6. 7 ആണെങ്കിൽ ഹെവനിൽ എന്തുണ്ട്, ഡിവിഷൻ ഓഫ് പവർ ഉണ്ടെന്നാണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് സെൻറ്റർ എന്നുള്ള യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റാണ് 7th ഉള്ളത്. 8th നൈറ്റിൽ ലാംഗ്വേജ് പറയുന്നതാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ 22 ലാംഗ്വേജുമായി ബന്ധപ്പെട്ടാണ്. 22 ലാംഗ്വേജ് അതിൽ വരുന്നുണ്ട്. മലയാളമൊക്കെ അടക്കമുള്ള 22 ലാംഗ്വേജ് ഉണ്ട്. 9 9 വൈന് കുടിച്ച് ലാൻഡിൽ കിടക്കുന്ന ലാൻഡ് റിഫോംസ് ആണ്. 10th ആണെങ്കിൽ 10th ഡിസ്ക്വാളിഫൈ ആയതാണ് പഠിച്ചത്. അപ്പോൾ 10th വരുമ്പോൾ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ അഥവാ ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 10th വരുന്നതാണ്. ഇപ്പോൾ ഇത് 2-3 പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് ഒന്ന് പിന്നെ നിങ്ങൾക്ക് ഇടയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയിൽ പറഞ്ഞു. 6th അപ്പം 6th ഷെഡ്യൂൾ എന്തായിരിക്കും? ഓക്കെ, 6 അടിച്ചാണ് ആലോചിക്കേണ്ടത്. ആ 4 സ്റ്റേറ്റ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 6 അടിച്ച് എങ്ങോട്ടാണ് പോയത്? ഷെഡ്യൂൾ ട്രൈബ്സ് ഏരിയയിലേക്കാണ്. ആ 4 സ്റ്റേറ്റ്സിലുള്ള ഷെഡ്യൂൾ ട്രൈബ്സിനെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യമാണ് 6th വരുന്നത്. 4 എന്താണ്? ഫോറിനിലോട്ട് പോകുമ്പോൾ സീറ്റ് അലോക്കേറ്റ് ചെയ്തല്ലേ, അപ്പോൾ രാജ്യസഭ സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടാണ് 4 അറിയിക്കുന്നത്. 10th എന്താണ്? SLC നമ്മൾ ഡിസ്ക്വാളിഫൈ ആയതാണ്, ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് അഥവാ ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ് 10th ഷെഡ്യൂളിൽ വരുന്നത്. 2 എന്താണ്? ടൂർ പോയതാണ് അല്ലേ, ഫോറിനിലോട്ട് ടൂർ പോകുമ്പോൾ നമ്മൾ അലവൻസ് വാങ്ങിക്കൊണ്ട് ടൂർ പോയതാണ്, അഥവാ സാലറി ആൻഡ് അലവൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടൂർ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊന്ന് നിരന്തരമായി പ്രാക്ടീസ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യും? ഉദാഹരണമായിട്ട് ഇപ്പോൾ STJ ഗോൾസ്, ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്, അത് 17 ഗോൾസ് ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഞാനെല്ലാം അത് പഠിച്ചിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. അതാണ്ട് 5ാമത്തെ ഗോൾ പറയുകയാണെങ്കിൽ ഇനീക്വാലിറ്റിയാണ്. ഓക്കെ, ജെൻഡർ ഈക്വാലിറ്റിയാണ് 5ാമത്തെ ഷെഡ്യൂൾ 5ൽ പറയുന്നത്. STJ 5 പറയുന്നത് ഉദാഹരണമായിട്ട് ഞാനതിലേക്ക് കണക്ട് ചെയ്തത് നമ്മൾ 5ാം ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെ ജെൻഡർ എല്ലാവരും ഈക്വലാണ്, ആണും പെണ്ണും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റിയാണ്. അപ്പോൾ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണമായിട്ട് ഇനി വേറെ ഒന്ന് പറയുമ്പോൾ DPSP എന്തായിട്ട് പറയുകയാണ്, 48th DPSP എന്താണെന്ന് പറയുമ്പോൾ ഞാൻ കണക്ട് ചെയ്ത് പഠിച്ച് 8th തന്നെ 9th നൈറ്റ് ആണല്ലോ. നൈറ്റിൽ പുറത്തിറങ്ങുമ്പോൾ അനിമൽസിൻ്റെ സൗണ്ട് കേട്ട് പുറത്തിറങ്ങാണ്. അപ്പം 48th വരുന്ന അനിമൽ ഹസ്ബൻഡറിയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഈ 10 കാര്യങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു 10 കോഡ് ഉണ്ടാക്കുക. ആ 10ലേക്ക് എല്ലാ സമയത്തും കണക്ട് ചെയ്യുക. ഇനി 11, 12 വരുമ്പോൾ എന്ത് ചെയ്യണം? 11 ആണ് 1. അപ്പോൾ 1ാം ക്ലാസ്സിൽ പോയത് വീണ്ടും 1മായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക. 12 ആകുമ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോയത് ആലോചിക്കുക. 13 ആകുമ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് മരം കണ്ടത് ആലോചിക്കുക. 14 ആകുമ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് ഫോറിനിലോട്ട് പോയത് ആലോചിക്കുക. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏത് നമ്പർ വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നുമെന്ന് അറിയില്ല, എങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഏത് ഷെഡ്യൂളും DPSP ആയാലും ആർട്ടിക്കിൾസ് ആയാലും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയാലും മറ്റുള്ള PSCയിലുള്ള ഏത് കാര്യങ്ങളും 10 വരെ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ ഓർമ്മശക്തി എത്ര 10 മടങ്ങ് വേണമെങ്കിലും നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, പറ്റിയോ സാധിച്ചോ എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളെ വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ഗുഡ് ബൈ.